ഹായ് ഓൾ, നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു സെന്ന് വന്നിട്ടുണ്ട്. 2 സെന്നോളം വന്നിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ടറിലേക്കും കാര്യങ്ങളുമാണ് ഈ വണ്ടിയുടേത്. പിന്നെ വന്നിട്ട് തെർമോസ്റ്റാറ്റ് വാൽവ് വണ്ടിയിലില്ല. വണ്ടി കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേനും എ സി ഇട്ട് ഓടിക്കഴിയുമ്പോൾ ഓവർ ഹീറ്റ് ആവും. പിന്നെ വന്നിട്ട് ഇതിൻ്റെ എ സിയുടെ ടെൻഷനറിൽ നിന്നൊരു സൗണ്ട് ഉണ്ടായിരുന്നു. ഇത് കാണുന്നതാണ് ടെൻഷനർ. പിന്നെ ത്രോട്ടിൽ ബോഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അങ്ങനെ കുറച്ച് ജനറൽ പരിപാടി. അതിന് വേണ്ടിയാണ് ഈ പൈപ്പും കാര്യങ്ങളെല്ലാം ഊരി ഇട്ടേക്കുന്നത്. അതിൻ്റെ ബാക്കി സാധനങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് സ്റ്റഡ് മൗണ്ടും സ്റ്റട്ടും മാറാൻ വേണ്ടി വന്ന വണ്ടിയാണ്. അസംബ്ലി ആയിട്ട് മാറേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇതിൻ്റെ കിറ്റ് മേടിച്ച് മാറേണ്ട കാര്യമുള്ളൂ. ഓൾറെഡി നമ്മൾ ടയറോഡൻ്റെയും കാര്യങ്ങളെല്ലാം മാറിയതാണ്. ഈ വീൽ ബെയറിങ് മാറിയതാണ്. ഈ സൈഡിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്തതാണ്. ഗബ്രിയലിൻ്റെ ഷോയും കാര്യങ്ങളാണ് മേടിച്ചേക്കുന്നത്. ഇതാണ് അതിൻ്റെ കിറ്റ് വന്നിട്ട്. ഏകദേശം ഒരു 340 രൂപ വരുന്നുണ്ട്. ഇത് ഫുള്ള് ഈ കിറ്റിനകത്ത് വരുമ്പം 2000 സംതിങ് റുപ്പീസ് വരുന്നുണ്ട്. 2100 രൂപ, 2000 രൂപ അടുത്ത് വരുന്നുണ്ട്. 2000 രൂപ ആവുള്ളൂ. പിന്നെ ഇത് കംപ്രസ് ചെയ്ത് വെച്ചേക്കാണ്. സ്പ്രിങ് വന്നിട്ട് ആദ്യത്തെ കയറ്റിയിടാൻ വേണ്ടി. ബുഷിനകത്ത് ഇതിൻ്റെ എല്ലാം പീസ് വരും. ഇതാണ് പഴയ ഷോക്കും കാര്യങ്ങളെല്ലാം. ഇത് വന്നിട്ട് ഗ്യാസ് ഫിൽഡ് അല്ല, ഓയിൽ ഫിൽഡ് ഷോക്കാണ്. അത് കാരണം ഇങ്ങനെ റിട്ടേൺ വരുന്ന പരിപാടിയില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും. നമ്മൾ മാറിയപ്പോൾ രണ്ടും കൂടെ മാറിയെന്നേ ഉള്ളൂ പഴക്കം കൊണ്ട്. ഇതിൻ്റെ മറ്റേത് ഇത് വന്നിട്ട് റൈറ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡാണ്. ഇത് വന്നിട്ട് അനക്കവേ ഇല്ല. മൗണ്ടനിങ്ങിൻ്റെ സൗണ്ട് കാരണം മാറിയതാണ്. സ്പ്രിങ് വന്നിട്ട് പഴയ തന്നെ ഇട്ടാൽ മതി, വെറുതെ മാറ്റേണ്ട കാര്യമില്ല. പിന്നെ ഇത് വന്നിട്ട് ഈ ബമ്പർ കുറച്ച് താന്നിരിക്കണം. പെയിൻ്റ് അടിക്കാൻ കൊടുത്തപ്പോൾ താന്നു പോയത് പൊക്കാൻ വേണ്ടി. പിന്നെ ആദ്യത്തെ സ്റ്റീരിയോയുടെ വർക്കും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഇത് രണ്ടും പിടിപ്പിച്ച് പിന്നെ ഇതിൻ്റെ ആക്ച്വൽ ഓയിൽ സീലിൽ ലീക്കുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ അതൊന്ന് റെഡിയാക്കണം. പിന്നെ അല്ലറ പരിപാടി. ഇതിന് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യണം. ഇത് വന്നിട്ട് അത്യാവശ്യം നീറ്റ് എഞ്ചിനാണ്. നമ്മളിത് രണ്ടാഴ്ച വെച്ച് വണ്ടി ജാക്കിയിലായിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ റേഡിയേറ്ററും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി മാറിയതാണ്. ഇത് അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡിയും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യും. ഇതിന് വന്നിട്ട് രാവിലെ കോൾഡ് സ്റ്റാർട്ടിൽ മിസ്സിങ് ആണ് പ്രോബ്ലം. അതൊന്ന് റെഡിയാക്കണം. പിന്നെ വേറെ കാര്യമായ പണിയൊന്നും ഇതിനില്ല. ത്രോട്ടിൽ ബോഡിയും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം റെഡിയാവും. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും